മക്കളെ, നമ്മുടെ എക്കണോമിക്സിന് വന്ന ഒരു ചോദ്യം, 28ാമത്തെ ചോദ്യം, ഇത്തവണ ക്രിസ്മസ് എക്സാമിന് വന്നത് വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ഇത്തവണ വ്യത്യസ്തമായിട്ട് വന്ന മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ നോക്കി പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതൊരു 5 മാർക്കിന് വന്ന ചോദ്യമാണ്, നിസ്സാരക്കാരനല്ല. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ അല്ലേ, നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഇതേപോലെ ഒരാൾ പറഞ്ഞു തരണം. അപ്പം അങ്ങനെ ഇപ്പോഴാണ് ഒരു സീരിയസ്നെസ് ആയത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ജാനുവരിയിലെ ബാച്ച് ഹിറ്റായിരുന്നു, അതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ആദ്യം മുതൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം പഠിക്കാം, ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന മാറ്റങ്ങൾ അറിഞ്ഞ് പഠിക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കാം. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഞാനായിരിക്കും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ബാച്ചിൽ ജോയിൻ താല്പര്യം ഉണ്ടെങ്കിൽ ഹായ് +2 എന്നോ അല്ലെങ്കിൽ +1 ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിൽ ഹായ് +1 ഇമ്പ്രൂവ്മെൻ്റ് എന്നോ മെസ്സേജ് അയച്ചാൽ മതി. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ. ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്താണെന്ന് വെച്ചാൽ ഹൗ ആൻ ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൽ വന്ന ഒരു മാറ്റം, അതാണ് പറഞ്ഞത് ഹൗ ആൻ ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ലീഡ്സ് ടു എ ഗ്രേറ്റർ ഇൻക്രീസ് ഇൻ ഇൻകം. ഇൻവെസ്റ്റ്മെൻറ്റിൽ വന്ന ചെറിയൊരു മാറ്റം ഇൻകത്തിൽ എങ്ങനെ വലിയ മാറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ. ആൻഡ് ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ ഇൻകം ടു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ചേഞ്ച് ഇൻകത്തിൽ വന്ന മാറ്റം ഡിവൈഡഡ് ബൈ ടു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റിൽ വന്ന മാറ്റം, അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്കവിടെ 2 മാർക്കായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഈസ് എ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് MPC, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ഇതിനെ തന്നെയാണ് സ്മോൾ ലെറ്റർ C എന്നും പറയുന്നത് കേട്ടോ. അപ്പോൾ MPC കാണുന്ന ഇക്വേഷൻ എന്താണ്, കൺസംഷനിൽ വന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ ഇൻകത്തിൽ വന്ന ചേഞ്ച്. ഈ ഡെൽറ്റ, ഈ ട്രയാങ്കിൾ ഷേപ്പിനെ ഡെൽറ്റ എന്ന് പറയും, അതിൻ്റെ അർത്ഥം ചേഞ്ച്, മാറ്റം എന്നുള്ളതാണ്. അപ്പോൾ ΔC/ΔY ആണ് MPCയുടെ ഇക്വേഷൻ. ദെൻ MPC 0.5 ആണെങ്കിൽ മൾട്ടിപ്ലയർ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെ, പഠിക്കാണ്ടായിരിക്കും കുറേ പേരൊക്കെ പോയിട്ടുണ്ടാകുക. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എഴുതിയെടുത്തോട്ടോ. ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ΔY എന്ന് വെച്ചാൽ ഇൻകം. അപ്പോൾ ഡെൽറ്റ, ഈ ട്രയാങ്കിൾ ഷേപ്പിനെ ഡെൽറ്റ എന്ന് പറയുന്നത്, അതായത് ഇൻകത്തിൽ വന്ന മാറ്റം ഡിവൈഡഡ് ബൈ I ബാർ, ഇൻവെസ്റ്റ്മെൻറ്റിൽ വന്ന മാറ്റം ഈക്വൽ ടു 1/1 - C. ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ. ഓക്കെ, ΔY/ΔI ബാർ ഈക്വൽ 1/1 - C. അപ്പോൾ C 0.5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 1/1 - 0.5, അതായത് 1/0.5 ഈക്വൽ 2 എന്ന് പറയുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ 2 ആണ്. ഇനി അതിൻ്റെ ഡി ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഡി ക്വസ്റ്റ്യൻ എന്താണ് തന്നിരിക്കുന്നത്? ഡി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസസ് ബൈ 200 വാട്ട് ഈസ് ചേഞ്ച് ഇൻ ഇൻകം. ഇൻവെസ്റ്റ്മെൻറ്റ് 200 വെച്ച് ഇൻക്രീസ് ആയാൽ ചേഞ്ച് ഇൻ ഇൻകം എത്രയാണ്? അപ്പോൾ ചേഞ്ച് ഇൻ ഇൻകം അതാണല്ലോ ഇത്, ചേഞ്ച് ഇൻ ഇൻകം, ഇൻകത്തിൽ വന്ന മാറ്റം, അതാണല്ലോ ചേഞ്ച് ഇൻ ഇൻകം. അപ്പോൾ അത് കാണാൻ എന്ത് ചെയ്താൽ മതി, ആ ΔY അവിടെ നിർത്തുക. ഓക്കെ, ΔY അവിടെ നിർത്തിയിട്ട് ഇതിനെയൊക്കെ ഒരു സൈഡിലേക്ക് ആക്കിയാൽ മതി. അപ്പോൾ ΔY ഈക്വൽ ഇവിടുത്തെ ഇതുണ്ടല്ലോ, ഈ സൈഡിലേക്ക് പോകും. അപ്പോൾ ΔY ഈക്വൽ ΔI ബാർ ഇൻറ്റു 1/1 - C. ഇങ്ങനെയാണ് നമ്മുടെ ചേഞ്ച് ഇൻ ഇൻകത്തിൻ്റെ ഇക്വേഷൻ. കണ്ടോ, ചേഞ്ച് ഇൻ ഇൻകം ΔY എന്ന് പറഞ്ഞാൽ ഇൻകത്തിൽ വന്ന മാറ്റമാണ്. അത് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഈ മൾട്ടിപ്ലയറിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നത്. അതിനെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനൊക്കെ ഈക്വലൂടെ അപ്പുറത്തേക്ക് ആക്കിയതാണ്. അപ്പോൾ ΔI ബാർ ഇൻറ്റു 1/1 - C. ഇനി ΔI ബാർ എത്ര, ഇൻവെസ്റ്റ്മെൻറ്റിൽ വന്ന മാറ്റം എത്രയാ, അതാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 200. ഇൻവെസ്റ്റ്മെൻറ്റിൽ വന്ന മാറ്റം 200 ആണ്. അപ്പോൾ 200 ഇൻറ്റു 1/1 - C എന്ന് പറയുമ്പോൾ 0.5. അപ്പോൾ 200 ഇൻറ്റു 1/0.5, അതായത് 200 ഇൻറ്റു 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 400 ആണ് എന്ത് കിട്ടുന്നത്, ചേഞ്ച് ഇൻ ഇൻകം. അതിൻ്റെ അർത്ഥം എന്താ, ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു 200 രൂപയുടെ മാറ്റം ഉണ്ടായാൽ ഇൻകത്തിൽ ഉണ്ടാകുന്നത് 400 രൂപയുടെ മാറ്റമാണ്. ചേഞ്ച് ഇൻ ഇൻകം ഈക്വൽ 400. മനസ്സിലായോ? നമ്മുടെ ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന മാക്രോ എക്കണോമിക്സിലെ 4ാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ്.
ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് ഇത്തവണ ചോദിച്ചതാണ്. അപ്പോൾ ഇത് പഠിച്ചിട്ട് വേണം മോഡൽ എക്സാമിന് പോകാൻ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ അതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇതേപോലത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നുള്ളതും ഒന്ന് പറഞ്ഞറിയിക്കുക കേട്ടോ. താങ്ക്